അപ്പം ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിലോട്ട് ഈ പറയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത? പ്രധാനമായിട്ടും മാനുഫാക്ചറിങ്. കാരണം ചൈനയാണ് ലോകത്തിലെ മാനുഫാക്ചറിങ് ഹബ് എന്ന് പറയുന്നത്. ഈ കമ്പനികൾക്ക്, അതായത് ഔട്ട്സോഴ്സ് ഈ പല കമ്പനികൾക്കും അവിടെ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി നേരിട്ട് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല, വലിയ നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയിൽ വന്നു കഴിയുമ്പം ആ നഷ്ടം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതുപോലെ ഇന്ത്യയുടെ മുകളിൽ ഇത്രയും പോലെ ടാരിഫൊന്നും അമേരിക്ക ഏർപ്പെടുത്താനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യ അത് വളരെ കീനായിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അവിടെയാണ് നമ്മൾ മോദി ഗവൺമെൻറ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല. അങ്ങനൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങളെ ഗ്രാഫിക്സ് ഞാൻ ഉണ്ടാക്കിയാണ്, ഇന്ത്യയിലെ ജോബ് മാർക്കറ്റ് 8.6%, അതായത് ഇന്ത്യയിൽ ജോബ് എന്ന് പറയുന്ന അത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഉണ്ടാകാൻ പോകുന്ന GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് 6.2%. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് റിച്ച് ആവുന്ന രാജ്യമായി മാറും. അതൊരു ഭയങ്കര സംഭവമാണ്. ഇത് നടക്കുവാണെങ്കിൽ, അതായത് ചൈന പോയി കാലെ പിടിച്ച് ഈ സംഭവം അമേരിക്ക വല്ലതും വിഡ്രോ ഒന്നും ചെയ്തില്ല എങ്കിൽ ഇത് ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റം വലിയ രീതിയിലായിരിക്കും. കാരണം ഞാൻ ഈ ചൈന മാനുഫാക്ചറിങ് അവരുടെ സംഭവമൊക്കെ പോയി കണ്ടതാണ്. എങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എത്ര ലാഭം ഉണ്ടാക്കുന്നു ഈ പറയുന്ന കമ്പനി. ഇത് അല്ലെങ്കിൽ ചൈന ഈ സാധനങ്ങൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മറ്റുള്ള രാജ്യങ്ങളിലോ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലോ ഇത് വിൽക്കാൻ ശ്രമിക്കാം. പക്ഷേ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വിൽക്കുമ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നം അവരുടെയൊക്കെ പർച്ചേസിങ്ങും ബൈയിങ് പവർ എന്ന് പറയുന്ന അമേരിക്ക പോലെ ഇല്ല.